എന്നോട് പല അമ്മമാരും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കുഞ്ഞിന്റെ ബോട്ടിൽസും പമ്പ് പാർട്സ് ഒക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. ന്യൂ ബോൺ ബേബീസിന് ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് യൂസ് ചെയ്യുന്ന ഫീഡിംഗ് ആക്സസറീസ്, ബോട്ടിൽസ്, പമ്പ് പാർട്സ് എല്ലാം വളരെ സുരക്ഷിതമായിട്ട് വേണം യൂസ് ചെയ്യാൻ. എന്റെ ബേബിയുടെ ഫീഡിംഗ് ബോട്ടിൽസും എന്റെ പമ്പ് പാർട്സ് എല്ലാം ഞാൻ എങ്ങനെയാണ് ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ബോട്ടിൽ ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് ആദ്യം ഇതുപോലെ എല്ലാ ബോട്ടിൽസും പമ്പ് പാർട്സും നല്ല വൃത്തിക്ക് കഴുകിയെടുക്കും. ബോട്ടിലിൻ്റെ ഉൾവശവും നിപ്പിൾസും പമ്പ് പാർട്സിൻ്റെ കോർണേഴ്സ് എല്ലാം നല്ലപോലെ ഇതുപോലെ ബ്രഷ് വെച്ചിട്ടാണ് തേച്ച് കഴുകിയെടുക്കുന്നത്. ബം ടു ക്രാഡിലിൻ്റെ ബോട്ടിൽ സ്റ്റെറിലൈസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നിരിക്കുന്ന മാർക്കിങ്ങിൻ്റെ അത്രയും വെള്ളം ഒഴിച്ചിട്ട് റാക്ക് വെച്ച് നമ്മൾ ആദ്യം ക്ലീൻ ആക്കി വെച്ച ബോട്ടിൽസ് എല്ലാം അടക്കി വെക്കും. നേരത്തെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ മിക്കപ്പോഴും സ്റ്റൗ ഓഫ് ചെയ്യാൻ മറന്നുപോയി ഓവർ ഹീറ്റ് ആവും. അങ്ങനെ വരുമ്പോൾ ബോട്ടിൽസിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും, പമ്പ് പാർട്സും വേഗം ചീത്തയായി പോകും. ഇതിൻ്റെ കൂടെ വരുന്ന റിമോട്ടിൽ നമ്മൾ ഈ സ്റ്റീം ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് 5 മിനിറ്റ്സിലേക്ക് 100 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് വെക്കാറ്. അപ്പോൾ 5 മിനിറ്റിൽ കറക്റ്റ് സ്റ്റെറിലൈസ് ആയി കിട്ടുകയും ചെയ്യും, ഓവർ ഹീറ്റ് ആവുന്ന ഒരു ടെൻഷനും ഇല്ല. ഇതിന് മൊത്തം 6 ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ ബ്രസ്റ്റ് മിൽക്ക് ഫ്രോസൺ ആയിട്ടുള്ളത് തോ ചെയ്യാനും പാല് ചൂടാക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സോളിഡ്സ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞിന്റെ ഫുഡ് സ്റ്റീം ചെയ്യാനും ഒക്കെ ഇത് യൂസ് ചെയ്യാം. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓഫ് ആവും. സ്റ്റെറിലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഡ്രയർ റാക്കിലാക്കിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കും. ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നാം, പക്ഷെ ഇത് കുഞ്ഞിന്റെ ആരോഗ്യത്തിൽ വലിയ ഡിഫറൻസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ സേവ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസറിന്റെ ലിങ്ക് വേണ്ടവർ കമന്റ് സെക്ഷനിലേക്ക് വന്നോളൂ.